കോഴിക്കോട് ഷാഫി പറമ്പിൽ എംപിയുടെ വണ്ടി തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. വടകര ടൗണിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. സമരം ചെയ്യേണ്ടവർ ചെയ്യാം, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്ന ഒരാൾ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു, വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം, ഏത് വലിയ സമരക്കാരൻ വന്നാലും. അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ തന്നെ കാണും. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നോ? ഇപ്പോൾ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ അതിനുശേഷം? സൈഫു ഇന്നൊരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഈ വടകര ടൗണിൽ വെച്ച് ഷാഫി പറമ്പിൽ എംപിയെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്നത്. ഇതിന് പിന്നാലെ പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് കയറുകയും ശേഷം പ്രവർത്തകരുമായി ഷാഫി പറമ്പിൽ എംപി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രവർത്തകർ എംപിയെ അസഭ്യം വിളിച്ചു എന്നാണ് എംപി പറഞ്ഞതിന് ശേഷമാണ് എംപി രോഷാകുലനായി പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാകുന്നതും. പോലീസ് നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചിട്ടും എംപി പിന്നീട് ഈ പ്രവർത്തകർക്ക് നേരെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇതിനുശേഷം പ്രവർത്തകർക്ക് മുന്നിൽ കൂടെ തന്നെ ഈ ഷാഫി പറമ്പിൽ ഈ റോഡിലൂടെ നടക്കുന്നതും ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പരിപാടി കഴിഞ്ഞ് വരുന്നതിനിടെയാണ് എംപിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ കയറുകയും വാഹനം നിർത്തിയിട്ടു. ഇതിനുശേഷം ഈ വാഹനത്തിന് അടുത്തു വെച്ചായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തൊട്ടു പിന്നാലെ പോലീസ് എത്തി അവിടെ നിന്ന് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് മനസ്സിലാക്കി പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഈ പ്രവർത്തകർ അസഭ്യം പറഞ്ഞു എന്ന് ആരോപിച്ച് എംപി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രവർത്തകർക്ക് നേരെ വാക്കേറ്റമുണ്ടായി. ഈ പ്രവർത്തകരോട് എംപി നേരിട്ട് സംസാരിക്കുകയും പിന്നീട് ഇവർക്ക് ഇടയിലൂടെ തന്നെ ഈ ജനങ്ങൾ ഈ റോഡിലൂടെ നടക്കുകയും ചെയ്തു. ഇതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. എന്തായാലും ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നതിന് ശേഷം വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒക്കെ വടകരയിൽ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ എംപിയുടെ വാഹനം തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും വടകര ടൗണിൽ വെച്ച് ഈ ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ എംപിയുടെ വാഹനത്തിന് നേരെ പ്രവർത്തകർ കയറി വരികയും അവിടെ വെച്ച് വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തത്. സൈഫു, എംപി പിന്നെ എങ്ങോട്ട് പോയി? പിന്നീട് എന്തെങ്കിലും അതിന്റെ തുടർച്ച എന്നോണം അവിടെ വടകര ടൗണിൽ പ്രതിഷേധം എന്തെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ടോ? ദൃശ്യ
നിലവിൽ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവിടെ വെച്ച് പ്രവർത്തകരെ ആ സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ കുറച്ചു ദിവസങ്ങളായി തന്നെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വടകര ടൗണിലും എംപിയുടെ ഓഫീസിന് നേരെയും ഒക്കെ ഈ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതും. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ എംപി ഈ ഷാഫി പറമ്പിൽ എംപി പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ച് തന്നെയാണ് ഇന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ എംപിയുടെ വാഹനത്തിന് മുന്നിലേക്ക് കയറുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരെത്തി പ്രവർത്തകരെ അവിടെ നിന്ന് ഒരു ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായി. ഈ ഷാഫി പറമ്പിലും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അസഭ്യം പറയുന്നു എന്ന് ആരോപിച്ചാണ് എംപി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ഈ പ്രവർത്തകരുടെ നേരെ തന്നെ അവർക്കിടയിലൂടെ തന്നെ നടക്കുകയും ചെയ്തത്. പിന്നാലെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സേഫു. ശരി ദൃശ്യം.